Next gland we are going to study is thymus gland. 5 glands നമ്മൾ നേരത്തെ കണ്ടു. അടുത്ത gland പഠിക്കാൻ പോകുന്നത് thymus gland. Thymus gland, it is a bilobed gland located between lungs behind sternum on the ventral side of aorta. ഇതാണ് thymus gland ലൊക്കേഷൻ. ലങ്സിൻ്റെ ഇടയിൽ സ്റ്റേണത്തിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ബൈലോബ്ഡ് ഗ്ലാൻഡ് കാണുക. It is called thymus gland. And what is its function? It secretes hormone thymosin. Thymosin എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. It is also a peptide hormone or protein hormone. എന്താണ് തൈമോസിൻ്റെ ഫംഗ്ഷൻ? ഡിഫറൻസിയേഷൻ ഓഫ് T lymphocytes. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ സെൽസ് ആണ് T lymphocytes. അപ്പോൾ T lymphocytesനെ മെച്യൂർഡ് ആക്കുക. T lymphocytesൻ്റെ ഫംഗ്ഷനാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. നമുക്ക് ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പ്രതിരോധശേഷി തരുന്ന സെൽസാണ് T lymphocytes. Then it also promote antibody protection for humoral immunity. അപ്പോൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ ഉണ്ടാവുന്ന ബോഡി ഫ്ലൂയിഡ്സിലേക്ക് ആൻറ്റിബോഡീനെ കൊടുക്കുക. പുറത്തുനിന്നൊരു ആൻറ്റിജൻ വന്നാൽ ആൻറ്റിജൻ നശിപ്പിക്കുന്ന പ്രോട്ടീനാണ് ആൻറ്റിബോഡി. ഈ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതും T lymphocytes തന്നെയാണ്. അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള T lymphocytesനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ ആൻറ്റിബോഡി ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട ആൻറ്റിബോഡി പ്രൊട്ടക്ഷനും സഹായിക്കുന്നതാണ് തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് ഈസ് ഡീജനറേറ്റഡ് ഇൻ ഓൾഡ് ഇൻഡിവിജ്വൽസ്. പ്രായമാവും തോറും തൈമസ് ഗ്ലാൻഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഡീജനറേറ്റഡ് ആവും. അത് ഇത്തിരിച്ച് നശിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ഫുൾ ഫംഗ്ഷൻ ഒരു പ്രായമായ ആളുകൾ ഉണ്ടാവില്ല. സോ ദ പ്രൊഡക്ഷൻ ഓഫ് തൈമോസിൻ ഡിക്രീസസ്. അപ്പോൾ തൈമസ് ഗ്ലാൻഡ് നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തൈമോസിൻ്റെ സെക്രീഷനും കുറയും. അതുകൊണ്ടാണ് പ്രായമായ ആളുകളിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ കാരണമാവുന്നത്. അവർ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. ദ നെക്സ്റ്റ് ഗ്ലാൻഡ് ഈസ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് എപ്പോഴും കിഡ്നിയോടെ മുകളിലായിട്ടാണ് കാണുക. അതിന് അഡ്രീനൽ കോർട്ടെക്സും അഡ്രീനൽ മെഡുലയും. യെല്ലോ കളറാണ് കോർട്ടെക്സ് ആൻഡ് ദിസ് ഇസ് ദ മെഡുല. രണ്ട് പാർട്സ് ഉണ്ട്. അഡ്രീനൽ കോർട്ടെക്സ് ആണ് ഔട്ടർ പാർട്ട്, അഡ്രീനൽ മെഡുല എന്നുള്ളത് ഇന്നർ പാർട്ടാണ്. Then what is the function of adrenal cortex? Adrenal cortex mainly 3 layers ഉണ്ട്. Inner layer is zona reticularis, middle layer zona fasciculata and outer layer zona glomerulosa. ഇതാണ് 3 ലേയേഴ്സ് അഡ്രീനൽ കോർട്ടെക്സിൻ്റെ. ഈ അഡ്രീനൽ കോർട്ടെക്സിൻ്റെ ഫംഗ്ഷൻ ആണ് ടു സെക്രീറ്റ് കോർട്ടിക്കോയിഡ് ഹോർമോൺസ്. ഏതൊക്കെ കോർട്ടിക്കോയിഡ് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. എക്സാമ്പിൾ കോർട്ടിസ്, മെയിൻലി കോർട്ടിസോൾ ആണ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. ദെൻ മിനറലോ കോർട്ടിക്കോയിഡ്സ്, അത് ആൽഡോസ്റ്റിറോൺ ആണ് സെക്രീറ്റ് ചെയ്യുക. ഒരു മിനറലോ കോർട്ടിക്കോയിഡിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുക. ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ കോർട്ടിസോൾ എന്ന് പറയുക. ദെൻ ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ്. ഇത്രയും ഹോർമോൺസ് ആണ് അഡ്രീനൽ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്നത്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇൻവോൾവ് ഇൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസിന് സഹായിക്കുക. ആൻഡ് ഇറ്റ് ഓൾസോ സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജനസിസ്. ഗ്ലൂക്കോസ് വേറെ ബയോമോളിക്യൂൾസ് ഉണ്ടാവുന്നതാണ് ഗ്ലൂക്കോനിയോജനസിസ്. ദെൻ ലിപ്പോലൈസിസ്, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുക. പ്രോട്ടിയോലൈസിസ്, പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്തതിനൊക്കെ സഹായിക്കുന്നു. ദെൻ ഇറ്റ് ഓൾസോ ഇൻഹിബിറ്റ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ദെൻ ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ആൻഡ് കിഡ്നി ഫങ്ഷൻസ്. നമ്മുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, ഹാർട്ടും അതിനോട് അസോസിയേറ്റഡ് ആയിരുന്ന ബ്ലഡ് വെസൽസിൻ്റെയും ആ ഒരു ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അതിൽ കിഡ്നിയുടെ ഫംഗ്ഷനും മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ കോർട്ടിസോൾ സ്റ്റിമുലേറ്റ്സ് RBC പ്രൊഡക്ഷൻ. RBC പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിലുള്ള റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഇറ്റ് പ്രൊഡ്യൂസസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ആൻഡ് സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ അലർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഉണ്ടാക്കിയിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസിനെ കുറയ്ക്കുന്നു. ഇതൊക്കെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ ഫംഗ്ഷനാണ്. ദെൻ മിനറലോ കോർട്ടിക്കോയിഡ്സ്, ഇറ്റ് റെഗുലേറ്റ് വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ബ്ലഡ് പ്രഷർ. നമ്മുടെ ബോഡിയിലുള്ള ബോഡി ഫ്ലൂയിഡ്, വെള്ളത്തിൻ്റെ അളവ്, ഇലക്ട്രോലൈറ്റിൻ്റെ അളവ്, ദെൻ ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മിനറലോ കോർട്ടിക്കോയിഡ്സ് ആണ്. നമ്മുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മിനറൽ കോർട്ടിക്കോയിഡാണ് ആൽഡോസ്റ്റിറോൺ. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ആൽഡോസ്റ്റിറോൺ നമ്മൾ കിഡ്നി പഠിച്ചപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ ഒന്നുകൂടി അത് ഓർത്തെടുക്കുക. It stimulates the reabsorption of sodium ions and water from renal tubules
ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫേറ്റ് അയോൺസ്. ഇതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ. സോഡിയം അയോൺസിനെയും വെള്ളത്തിനെയും റീഅബ്സോർബ് ചെയ്യുക, റീനൽ ട്യൂബിൾസും തിരിച്ച് അബ്സോർബ് ചെയ്യുക, ബോഡിയിലേക്ക് എടുക്കുക. കൂടാതെ പൊട്ടാസ്യം അയോൺസും ഫോസ്ഫേറ്റ് അയോൺസും തിരിച്ച് കൊടുക്കുക, പുറത്തേക്ക് കളയാൻ വേണ്ടി കൊടുക്കുക. അതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ. ദെൻ ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ്, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? അഡൾട്ട് സ്റ്റേജിൽ പ്യൂബർട്ടി ഏജിൽ ഗ്രോത്ത് ഓഫ് ആക്സിയൽ ഹെയർ, പ്യൂബിക് ഹെയർ, ബോഡിയിൽ പല പാർട്സിലും ഭാഗത്തും അഡോളസൻ്റ് ഏജിലുള്ള കുട്ടികളിൽ, ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഹെയർ ഗ്രോത്ത്സ് ഉണ്ടാവും. അത് മെച്യൂർ ആവുന്ന ഒരു സൈൻ പോലെയാണത്. മെച്യൂരിറ്റി ആകുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഹെയർസിൻ്റെ ഗ്രോത്ത് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ് ആണ്. ആംപിറ്റ്സിൽ, പ്യൂബിക് റീജിയനിൽ, ഫേസിൽ ഒക്കെ ഹെയർസ് ഉണ്ടാവും. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ്. ഡെഫിഷ്യൻസി ഓഫ് കോർട്ടിക്കോയിഡ് ഹോർമോൺസ് എഫക്ട്സ് ദ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. അപ്പോൾ മെയിൻലി ഈ ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ്. അത് കുറയുമ്പോഴത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ ബാധിക്കുന്നു. ഇറ്റ് കോസസ് അക്യൂട്ട് വീക്ക്നെസ് ആൻഡ് ഫറ്റീഗ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ മെയിൻ എനർജി സോഴ്സ്. അപ്പോൾ അതിൻ്റെ മെറ്റബോളിസം നടന്നാലേ എനർജി കിട്ടില്ല. അപ്പോൾ ഭയങ്കര ക്ഷീണം, തളർച്ച അതൊക്കെ ഉണ്ടാവും. ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് ആസ് എഡിസൺസ് ഡിസീസ്. അത് ഡിസീസാണ്. ഇറ്റ് ഇസ് കോൾഡ് എഡിസൺസ് ഡിസീസ്. Then adrenal medulla. Adrenal medullയുടെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് പ്രൊഡ്യൂസ് കാറ്റക്കോളമിൻ ഹോർമോൺസ് സച്ച് ആസ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ്റെ വേറെ പേരാണ് എപ്പിനെഫ്രിൻ. ആൻഡ് നോർ അഡ്രിനാലിൻ, അതിൻ്റെ പേരാണ് നോർ എപ്പിനെഫ്രിൻ. രണ്ട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഡ്രിനൽ മെഡുല്ലയുടെ ഫംഗ്ഷൻ. ഈ രണ്ട് ഹോർമോൺസിനെയും ദേ ആർ റാപ്പിഡ്ലി സെക്രീറ്റഡ് ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ്, എമർജൻസി സിറ്റുവേഷൻസ്. സോ ദേ ആർ കോൾഡ് ആസ് എമർജൻസി ഹോർമോൺസ്. അപ്പോൾ ഒരു സ്ട്രെസ് സിറ്റുവേഷൻസിലാണ് ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ എമർജൻസി ഹോർമോൺസ് എന്ന് പറയുന്നത്. സാധാരണ നിങ്ങൾ നമ്മളെ എന്തെങ്കിലും പെട്ടെന്ന് പേടി വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇമ്മീഡിയറ്റ്ലി സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ഈ രണ്ടെണ്ണമാണ്, അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ്. ഇപ്പോൾ പട്ടി കടിക്കാൻ ഓടിക്കുമ്പോഴൊക്കെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഹോർമോൺസ് ആണ്. അതുകൊണ്ട് ഇതിന് എമർജൻസി ഹോർമോൺസ്, എമർജൻസി കണ്ടീഷൻസിലൊക്കെയാണ് സെക്രീറ്റ് ചെയ്യപ്പെടുക. അതിന് എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്, ദേഷ്യം വരുമ്പോൾ ഇതെല്ലാ സമയത്ത് പേടി, ദേഷ്യം, സ്ട്രെസ് ഇതൊക്കെ സമയങ്ങളിലൊക്കെ ഈ ഹോർമോൺസ് നമ്മുടെ ബ്ലഡിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ദീസ് ഹോർമോൺസ് ഇൻക്രീസ്. ഈ ഹോർമോൺസ് ബോഡിയിൽ വരുമ്പോൾ, ബ്ലഡിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ? അലേർട്ട്നെസ്, പെട്ടെന്ന് പേടിക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ കൂടും. പ്യൂപ്പിലറി ഡയലേഷൻ, കണ്ണിൻ്റെ പ്യൂപ്പിൾസ് വലുതാവും, ഡയലേറ്റഡ് ആവും, വലുതാവും. പൈലോ ഇറക്ഷൻ, രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. സ്വെറ്റിംഗ്, വിയർക്കും. ഹാർട്ട് ബീറ്റ് കൂടും, ഹാർട്ട് കൺട്രാക്ഷൻ കൂടും. പിന്നെ ബ്രീത്തിങ് റേറ്റ്സ്, റെസ്പിറേറ്ററി റേറ്റ്സ് കൂടും. ഇതൊക്കെ ഈ ഹോർമോണിൻ്റെ സെക്രീഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്. They also stimulate breakdown of glycogen to increase glucose in blood. അപ്പോൾ ഗ്ലൈക്കോജനെ നമ്മുടെ ബോഡിയിൽ എക്സസ് ഗ്ലൂക്കോസ് വന്നാൽ അത് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളത് ഇതിൻ്റെ ഫംഗ്ഷനാണ്. ആൻഡ് ഇറ്റ് ഓൾസോ സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ലിപ്പിഡും പ്രോട്ടീനും ബ്രേക്ക് ഡൗണിനും അതിനെ സ്മോൾ അതിൻ്റെ സബ് യൂണിറ്റ്സ് ആയിട്ട്, മോണോമേഴ്സ് ആയിട്ട് മാറ്റാനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഗ്ലാൻഡ് ഈസ് പാൻക്രിയാസ്. പാൻക്രിയാസ് നമ്മൾ നേരത്തെ ഡൈജസ്റ്റീവ് സിസ്റ്റം കണ്ടപ്പോൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് എ ഹെട്രോക്രൈൻ ഗ്ലാൻഡ്. കാരണം എന്താ? അതിന് എക്സോക്രൈനും എൻഡോക്രൈനും ഫംഗ്ഷൻ ഉണ്ട്. ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് ആർ ദ എൻഡോക്രൈൻ പാർട്ട്. എൻഡോക്രൈൻ പാർട്ടിലെ സെൽസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ്. ദർ ആർ അബൌട്ട് 1 to 2 million അത്രയും സെൽസ് അവിടെ ഉണ്ട്. ദെൻ ആൽഫ സെൽസും ബീറ്റ സെൽസ് ഉണ്ട്. ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിൽ 2 തരം സെൽസ് ഉണ്ട്, ആൽഫ സെല്ലും ബീറ്റ സെല്ലും. ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ് ഇൻ ഐലറ്റ്സ് സെക്രീറ്റ് പെപ്റ്റൈഡ് ഹോർമോൺസ് സച്ച് ആസ് ഗ്ലൂക്കഗോൺ ആൻഡ് ഇൻസുലിൻ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കഗോണിനെയും ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഇൻസുലിനുമാണ്. ദേ മെയിൻറ്റെയിൻ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് ഇൻ ബ്ലഡ്. അപ്പോൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. ഗ്ലൂക്കഗോണിൻ്റെ ഫംഗ്ഷൻ എക്സസ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി കൺവേർട്ട് ചെയ്യാം. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എപ്പോഴൊക്കെയാണോ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുക അപ്പോൾ ഗ്ലൈക്കോജനിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാം. Functions. It acts as glucagon. It acts on hepatocytes and stimulates
glycogenolysis resulting in an increased blood sugar. Glycogenolysis എന്നാൽ ഗ്ലൈക്കോജൻ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുന്നു. അതിന് സഹായിക്കുന്നതാണ് ഏത് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ. അതുകൊണ്ട് അതിനെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നതുകൊണ്ട് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്നാ പറയുക. ഇറ്റ് ഓൾസോ സ്റ്റിമുലേറ്റ്സ് ഗ്ലൂക്കോണിയോജെൻസിസ്, വേറെ സോഴ്സിൽ നിന്ന് വേറെ ബയോമോളിക്യൂൾസിന് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നതും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് റെഡ്യൂസസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അപ്ടേക്ക് കുറയ്ക്കുന്നു. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അത് കൂട്ടാൻ സഹായിക്കാൻ പറഞ്ഞാൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ലോ ബ്ലഡ് ഗ്ലൂക്കോസ് വരുമ്പോൾ പാൻക്രിയാസിലെ ഗ്ലൂക്കഗോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും, ബ്ലഡ് ലെവല് ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് നോർമൽ ഗ്ലൂക്കോസ് ലെവലാക്കും. ഇനി ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ അത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ രണ്ട് ഹോർമോൺസിന് ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ്. ദെൻ ഇൻസുലിൻ ആക്ട്സ് ഓൺ ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ്. അഡിപ്പോസൈറ്റ്സ് എന്നാൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന സെൽസിന് അഡിപ്പോസൈറ്റ്സ്. ആൻഡ് എൻഹാൻസസ് cellular glucose uptake and utilization. So blood glucose rapidly moves to hepatocytes and adipocytes. Thus blood glucose level decreases. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അതുകൊണ്ട് അതിനെ ഹൈപ്പോഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറയുന്നു. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഗ്ലൈക്കോജനസിസ്, ഗ്ലൈക്കോജൻ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഹോർമോൺസും ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഇൻസുലിൻ ഈസ് എ ഹൈപ്പോഗ്ലൈസിമിക് ഹോർമോൺ, അത് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നു ബ്ലഡിൽ. ഗ്ലൂക്കഗോൺ ഇറ്റ് ഈസ് എ ഹൈപ്പർഗ്ലൈസിമിക് ഹോർമോൺ, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നു. ഡയബറ്റിസ് മെലിറ്റസ് ഇറ്റ് ഈസ് എ ഡിസോർഡർ ഡ്യൂ ടു പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിസ് മെലിറ്റസ്. സിംറ്റംസ് എന്താ? ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ഹാംഫുൾ കോമ്പൗണ്ട്സ് ലൈക്ക് കീറ്റോൺ ബോഡീസ്. അപ്പോൾ യൂറിനിലേക്കൂടെ ഗ്ലൂക്കോസ് പോവുക, അതുപോലെ കീറ്റോൺ ബോഡീസിൻ്റെ ഫോർമേഷൻ നടക്കുക. അപ്പോൾ ഇത് സാധാരണ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവുന്നത് ഇൻസുലിൻ്റെ സെക്രീഷൻ കുറയുമ്പോഴാണ്. അപ്പോൾ ഒരേ ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, ഇൻസുലിൻ തെറാപ്പി. ഇൻസുലിൻ കൊടുക്കുക, പുറമേ നിന്ന് ഇൻസുലിൻ കൊടുക്കുക. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് ഗ്ലാൻഡ്സ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഗൊണാഡ്സ്. രണ്ട് തരം ഗൊണാഡ്സ് ഉണ്ട്, മെയിലിൽ ടെസ്റ്റിസും ഫീമെയിലിൽ ഓവറി. ഫസ്റ്റ് വി ക്യാൻ സി ടെസ്റ്റിസ്. ദിസ് ഇസ് ദ ടെസ്റ്റിസ്. ഇറ്റ്സ് എ മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആൻഡ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. എ പെയർ ഓഫ് ടെസ്റ്റിസ് ഈസ് പ്രസന്റ് ഇൻ സ്ക്രോട്ടൽ സാക്ക്. സ്ക്രോട്ടൽ സാക്കിനുള്ളിലാണ്, ഒരു സാക്കിനുള്ളിലാണ് ടെസ്റ്റിസ് കാണുക, ഒരു പെയറായിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് ഇൻ്റർസ്റ്റീഷ്യൽ ടിഷ്യൂസ്. അപ്പോൾ ടെസ്റ്റിസ് ഉണ്ടാക്കിയിരിക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് കൊണ്ടും, ദിസ് ഇസ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണിത്. ഇതൊക്കെ ഫോൾഡിങ്സ് കാണുന്നതൊക്കെ ട്യൂബ്യൂൾസ് ആണ്. അതിൻ്റെ ഇടയിലുള്ള ടിഷ്യൂസ് ആണ് സ്ട്രോമൽ ടിഷ്യൂസ് എന്ന് പറയും. ഇടയിൽ ഇൻ്റർസ്റ്റീഷ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ടിഷ്യൂസ് ആണ് സ്ട്രോമൽ ടിഷ്യൂസ്. ലീഡിക് സെൽസ്, ഈ ഇൻഡസ്ട്രിയൽ സ്പേസസിൽ സെൽസിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന സ്പേസസിൽ ഉണ്ടാവുന്ന സെൽസാണ് ലീഡിക് സെൽസ്. ലീഡിക് സെൽസ് പ്രൊഡ്യൂസസ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്, മെയിൻലി ടെസ്റ്റോസ്റ്റിറോൺ. മെയിൽ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീഷ്യത്തിൽ കാണുന്ന സെൽസാണ്, അല്ലെങ്കിൽ ലീഡിക് സെൽസാണ്. Then what are the functions of androgens? It regulates the development and maturation and functions of accessory sex organs. ഒരാൾ പ്യൂബർട്ടി സ്റ്റേജ് അറ്റൈൻ ചെയ്യുമ്പോൾ ബോഡിയിലെ ആൻഡ്രോജൻസിൻ്റെ സെക്രീഷൻ കൂടും. അപ്പോൾ സെക്രീഷൻ കൂടുമ്പോൾ സെക്സ് ഓർഗൻസിൻ്റെ മെച്ചുറേഷൻ നടക്കും. ആക്സറി സെക്സ് ഓർഗൻസിൻ്റെ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുക, ഇതെല്ലാം അതിൻ്റെ ഫംഗ്ഷൻ. ദെൻ സ്പേം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുക, ദറ്റ് ഈസ് സ്പെർമാറ്റോജനസിസിനെ കൺട്രോൾ ചെയ്യുക. ദെൻ സെക്ഷൽ ബിഹേവിയേഴ്സ്, ലിബിഡോ കൺട്രോൾ ചെയ്യുക. മസിൽസിൻ്റെ ഗ്രോത്ത്, ഹെയർ ഗ്രോത്ത്, അഗ്രസീവ്നെസ്, സൗണ്ടിൽ ചേഞ്ചസ് ഉണ്ടാവും. ആൺകുട്ടികളിലൊക്കെ സൗണ്ടിൽ ചേഞ്ചസ് ഉണ്ടാവും മെച്യൂരിറ്റി പ്യൂബർട്ടി സ്റ്റേജസിൽ. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആൻഡ്രോജൻസ് ആണ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ അനബോളിസം ഓഫ് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. അനബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. The next hormone ആണ് ഗൊണാഡ് ഹോർമോൺ. It is seen in female, it is ovary. It is a female primary sex organ. Ovaries abdominal regionലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ മെൻസ്ട്രൽ സൈക്കിൾ കഴിയുമ്പോഴും ഒരു എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഓവറിന്ന്. ഓവറി ഈസ് ഫോംഡ് ഓഫ് ഓവേറിയൻ ഫോളിക്കിൾസ്. അവിടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് പറഞ്ഞ പോലെ ഇവിടെ ഓവേറിയൻ ഫോളിക്കിൾസ് ഉണ്ട് ആൻഡ് സ്ട്രോമൽ ടിഷ്യൂസ് ഉണ്ട്. ഈ ഓവേറിയൻ ഫോളിക്കിൾസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ഹോർമോണിൻ്റെ പേരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതൊരു സ്റ്റിറോയിഡ് ഹോർമോണാണ്. ഇനി ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓവം ഫോം ചെയ്ത് കഴിഞ്ഞാൽ
ഈ റപ്ചേർഡ് ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം എന്നൊരു സ്ട്രക്ചറായിട്ട് മാറുന്നു. കോർപ്പസ് ലൂട്ടിയം ആണ് നമ്മുടെ ബോഡിയിലുള്ള അടുത്ത ഹോർമോൺ പ്രൊജസ്ട്രോൺ എന്ന സ്റ്റിറോയിഡ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുന്നത് ഓവറിയിലുള്ള ഫോളിക്കിൾസ്, പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഫോളിക്കിൾസ് റപ്ചർ ചെയ്യും, പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഓവലേഷൻ ഫോളിക്കിൾ പൊട്ടിയിട്ടാണ് ഓവം പുറത്ത് വരിക. ഈ ഫോളിക്കിൾ വേറൊരു സ്ട്രക്ചറായിട്ട് മാറും, അതിനാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന സ്റ്റിറോയിഡ് ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഇനി ഫങ്ഷൻസ് ഓഫ് ഈസ്ട്രജൻ. സ്റ്റിമുലേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ്. ഫീമെയിൽ സെക്സ് ഓർഗൻസിൻ്റെ ഗ്രോത്തും അതിൻ്റെ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുക. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഓവേറിയൻ ഫോളിക്കിൾസ്, ഓവറിയുള്ള ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക. ദെൻ ഫീമെയിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ്, ആ സെക്ഷൽ ബിഹേവിയേഴ്സ് കൺട്രോൾ ചെയ്യുക. സൗണ്ട് മാറ്റം, ബോഡിയിലുള്ള ചേഞ്ചസ് എല്ലാം കൺട്രോൾ ചെയ്യുക. ഡെവലപ്മെൻറ്റ് ഓഫ് മാമറി ഗ്ലാൻഡ്, മാമറി ഗ്ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻലി ഈ ഗൊണാഡൽ ഹോർമോൺസ്, ഓവറി ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ്.